ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മറ്റൊരു നല്ല പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് ഒരുക്കി തന്നോർത്ത് കർത്താവിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കാം. രാത്രിയിൽ നല്ല ഉറക്കം തന്ന രാവിലെ എഴുന്നേറ്റ് കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മെ ഒരുക്കിയതോർത്ത് കർത്താവിന് നന്ദിയും സ്തോത്രവും നമുക്ക് അർപ്പിക്കാം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമ്മുടെ വചനം എന്ന് പറയുന്നത്, യുദ്ധം നിങ്ങളുടേതല്ല ദൈവത്തിൻ്റെതത്രേ. ദ ബാറ്റിൽ ബിലോങ്സ് ടു ഗോഡ്. ഇതാണ് ഇന്നത്തെ സന്ദേശത്തിൻ്റെ തലക്കെട്ട്. യുദ്ധം നിങ്ങളുടേതല്ല ദൈവത്തിൻ്റെതത്രേ. ഇതിനാധാരമായിട്ട് നമുക്ക് 2 ക്രോണിക്കിൾസ് 20 ചാപ്റ്ററാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൻ്റെ ഒരു പശ്ചാത്തലം വിവരിച്ചു തരാം. 2 ക്രോണിക്കിൾസ് 2 ദിനവൃത്താന്തം 20:1 പറയുന്നത്, യഹോശാഫാത്ത് എന്ന രാജാവും യഹൂദ ജനത്തിനുമെതിരെ മോവാബ്യർ, അമ്മോന്യർ, അങ്ങനെ കുറേ പേര് യുദ്ധത്തിന് വന്നു. ഒരു വലിയ ജനസമൂഹമാണ് അവർക്കെതിരെ യുദ്ധത്തിന് വരുന്നത്. അപ്പോൾ ഈ രാജാവിനും അവരുടെ രാജ്യത്തിനുമെതിരെ വലിയൊരു സമൂഹം യുദ്ധത്തിനായിട്ട് കടന്നു വരുക. ഇത് കണ്ടതോടുകൂടി യഹോശാഫാത്ത് എന്തു ചെയ്യുക, ഭയപ്പെട്ട് യഹോവയെ അന്വേഷിച്ച് അവിടെ ഒരു ഉപവാസം പ്രസിദ്ധമാക്കി. യഹോശാഫാത്ത് എന്ന രാജാവും ആ ജനങ്ങളും ദൈവസന്നിധിയിൽ ഉപവാസത്തോടെ ഇരിക്കാൻ തുടങ്ങി. കാരണം വലിയൊരു സമൂഹമാണ് അവരുടെ മുന്നിൽ യുദ്ധത്തിന് വന്നേക്കുന്നത്. ഇതിനെ ജയിക്കാൻ യഹോശാഫാത്തിന് പറ്റില്ല എന്ന് കരുതി പുള്ളിക്ക് മനസ്സിലായപ്പോൾ ആ രാജാവും ജനങ്ങളും വലിയൊരു ഉപവാസം പ്രസിദ്ധമാക്കി ദൈവസന്നിധിയിൽ വന്നിരുന്നു. എന്നിട്ട് ദൈവസന്നിധി വന്നിരുന്ന് അവർ പ്രാർത്ഥിക്കുകയാണ്. 12-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാം, ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല, എന്തു ചെയ്യേണ്ടു എന്ന് ഞങ്ങൾ അറിയുന്നുമില്ല. ദൈവത്തോട് അവർ പറയുക, വലിയൊരു ശക്തിയാണ് ഞങ്ങൾക്കെതിരെ വന്നിരിക്കുന്നത്, ഇവരെ എങ്ങനെ ജയിക്കണം എന്നറിയത്തില്ല, എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്ക് ശക്തിയില്ല. ഒന്നാമത്തെ കാര്യം, ഞങ്ങൾക്ക് ശക്തിയില്ല. പിന്നെ ഇനി അപ്പം ബാക്കി അല്ലാതെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കൊരറിവില്ല ദൈവമെന്ന് പറയുക. ഞങ്ങളുടെ കണ്ണുകൾ നിങ്കലേക്ക് തിരിഞ്ഞിരിക്കുക, കർത്താവിലേക്ക് മാത്രം ഞങ്ങൾ തിരിഞ്ഞിരിക്കുമെന്ന് ഈ യഹോശാഫാത്തും ജനങ്ങളും ദൈവസന്നിധിയിൽ ഉപവാസത്തോടെ പ്രാർത്ഥിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാട്, ഒരു പ്രവാചകനിലൂടെ അരുളപ്പാട് അവർക്ക് ലഭിച്ചെന്തെന്നാൽ, ഈ വലിയ സമൂഹ നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. യുദ്ധം നിങ്ങളുടേതല്ല ദൈവത്തിൻ്റെതത്രേ. ഇങ്ങനൊരു വാക്ക് അവർ പറഞ്ഞപ്പം ഇവരെല്ലാം അത് ഏറ്റെടുത്തു. യുദ്ധം ഞങ്ങളുടേതല്ല, അത് ദൈവത്തിൻ്റെ ആണെന്ന് ആ വചനം കേട്ടപ്പോൾ അവരത് ഏറ്റെടുത്തു. എന്നിട്ട് അവരെന്ത് ചെയ്തു? യുദ്ധത്തിനായി പുറപ്പെട്ടിട്ട് അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ, വിശുദ്ധ അലങ്കാരം ധരിച്ചുകൊണ്ട് 21-ാമത്തെ വാക്യത്തിൽ കാണാം, സൈന്യത്തിന് മുമ്പിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിപ്പാനും അങ്ങനെ സംഗീതക്കാരെ വെച്ച് യഹോവയ്ക്ക് പാടി സ്തുതിക്കാൻ തുടങ്ങി. 22-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാം, അവർ യഹോവയെ പാടി സ്തുതിച്ചപ്പോൾ അവർക്ക് വിരോധമായി വന്ന എല്ലാ അമ്മോന്യരുടെയും മോവാബ്യരുടെയും ഒക്കെ നേരെ പതിയിരുപ്പുകാരെ വരുത്തി അവർ തോറ്റുപോയി. ഈ പോയ യഹോശാഫാത്ത് ആകട്ടെ, ജനങ്ങളാകട്ടെ, സൈന്യമാകട്ടെ ഒരു യുദ്ധം നടത്തേണ്ടി വന്നില്ല. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പോഴേക്കും അവിടെ യുദ്ധം നടന്നു. അവരെല്ലാം തോറ്റുപോയതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ 27-ാമത്തെ വാക്യം നോക്കുമ്പോൾ, യഹോ അവർക്ക് ശത്രുക്കളുടെ മേൽ ജയസന്തോഷം നൽകി എന്ന് നമുക്ക് കാണാം. അതുപോലെ ദൈവം അവർക്ക് ശത്രുക്കളോട് യുദ്ധം ചെയ്തു എന്ന് കേട്ടപ്പോൾ ദൈവത്തിൻ്റെ ഭീതി ആ ദേശത്തിലെ സകല രാജ്യങ്ങളിന്മേലും വന്നു. അപ്പോൾ ഇതാണ് സന്ദർഭം. ഇത് യഹോശാഫാത്ത് എന്ന രാജാവിനും അവൻ്റെ ജനത്തിനും വേണ്ടി കർത്താവ് ചെയ്ത വലിയൊരു വിടുതലും അത്ഭുതവുമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇനി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ നിത്യേന ഒരു യുദ്ധക്കളത്തിൽ അല്ലെങ്കിൽ ഒരു പോർക്കളത്തിലാണ് നമ്മളിരിക്കുന്നത്. പലപ്പോഴായിട്ട് നമുക്ക് യുദ്ധം നേരിടേണ്ട അവസ്ഥകൾ വരും. യുദ്ധസമാനമായ പല അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. വലിയ ചില പ്രതിസന്ധികൾ നമ്മുടെ മുന്നിൽ ചിലപ്പോൾ കടന്നു വരാം. ചില വ്യക്തികളാകാം, ചില സന്ദർഭങ്ങളോ സാഹചര്യങ്ങളോ എന്തുമാകട്ടെ, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ ഇതുപോലെ ദൈവസന്നിധി വന്ന് നിലവിളിക്കുന്ന അനുഭവം ഉണ്ടാകും. ദൈവമേ, എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ വലിയ ശക്തിയോട് എതിർപ്പാൻ എനിക്ക് ശക്തിയില്ല കർത്താവേ, എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല കർത്താവേ എന്ന് ചിലരെല്ലാം മുറികളിൽ ഒറ്റയ്ക്കിരുന്ന് ദൈവസന്നിധി കരയുന്നവർ കാണാം. ചിലപ്പോൾ മറ്റാരും അറിയുന്നുണ്ടാവില്ല. ദൈവപൈതലെ, നീ ഒറ്റയ്ക്കിരുന്ന് ആ മുറിക്കകത്ത് കരയുന്നത് വേറെ ആരും കാണുന്നില്ല, പക്ഷെ ദൈവം കാണുന്നുണ്ട്. അതുകൊണ്ട് ദൈവം നിന്നോട് അരുളി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നിൻ്റെ കരച്ചിലും നിൻ്റെ സങ്കടവും ഞാൻ കണ്ടിരിക്കുന്നു. നീ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈ പ്രത്യേക വിഷയം, നിൻ്റെ മുന്നിൽ നിൽക്കുന്ന യുദ്ധസമാനമായ അവസ്ഥയിൽ നീ എന്ത് ചെയ്യണമെന്ന് നീ ഭാരപ്പെട്ട്, ദൈവമേ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ശക്തി
ശക്തി എന്നേക്കാൾ വലിയ ശക്തിയാണ് ദൈവമേ, അതിനെ ജയിക്കാൻ എനിക്കാവത്തില്ല, എനിക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് നീ നിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുക. ഇത് വേറെ ആരും കാണുന്നില്ല, പക്ഷെ ദൈവം കാണുന്നുണ്ട്. അപ്പം ദൈവം അതിനുള്ളൊരു മറുപടിയായിട്ട് പറയുന്നത്, ഈ പ്രത്യേക അവസ്ഥയിൽ, ഈ യുദ്ധസമാനമായ അവസ്ഥയിൽ, നിൻ്റെ ജീവിതത്തിൻ്റെ ഈ പ്രത്യേക അവസ്ഥയിൽ നീ യുദ്ധം ചെയ്യേണ്ടതായിട്ടില്ല. ഈ യുദ്ധത്തിനായിട്ട് നീ ഇറങ്ങണ്ട, ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. ഈ യുദ്ധം എൻ്റേതാണെന്ന് കർത്താവ് പറയുന്നത്. ഈ ബാറ്റിൽ എൻ്റേതാണ്, നീ ഭാരപ്പെടണ്ട. ഈ വിഷയത്തിൽ നീ ഒന്നും ചെയ്യണ്ട. നീ ചെയ്യേണ്ടത് എന്താണ്? ദൈവത്തെ സ്തുതിക്കുക. ഇതുപോലെ തന്നെ മുറിയിലിരുന്ന് ദൈവത്തെ സ്തുതിക്കുന്ന ജനമേ, എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ വിഷയം, നിൻ്റെ മുന്നിലുള്ള വലിയ പ്രതിസന്ധിയുടെ ആ വലിയ വിഷയം, ആ വലിയ വിഷമത്തിൻ്റെ ആ വിഷയത്തിന്മേൽ മുറിക്കകത്ത് അടച്ചിരുന്ന് ദൈവത്തെ അങ്ങ് സ്തുതിക്കണം, ആരാധിക്കണം, നന്ദി പറയണം. എത്രത്തോളം കർത്താവിനെ സ്തുതിക്കാൻ കഴിയുമോ, പാട്ടുപാടി ആരാധിക്കാൻ കഴിയുമോ, ദൈവമേ ആ വിഷയത്തിന്മേൽ ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്തിരിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നെന്ന് പറഞ്ഞ് കർത്താവിനെ സ്തുതിക്കണം. ദൈവം ആ വിഷയത്തിന്മേൽ ഇടപെടാൻ പോകുന്നത് മാനുഷിക ശക്തിയല്ല, ദൈവത്തിൻ്റെ കരം. ബാറ്റിൽ ബിലോങ്സ് ടു ഗോഡ്. ദൈവം തന്നെ ആ വിഷയത്തിന് വേണ്ടി, യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയാണ്. അതുകൊണ്ട് നീ ആ വിഷയത്തെ ഭാരപ്പെടണ്ട. നീ എന്ത് ചെയ്യണം? നീ ചെയ്യേണ്ടത് ദൈവസന്നിധിയിൽ പോയിരുന്ന് ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ സ്തുതിക്കുക, പാടി പുകഴ്ത്തുക, സന്തോഷത്തോടെ കർത്താവിനെ ആരാധിക്കുക. ചെയ്യാൻ കഴിയുന്നത് അത്രമാത്രം. ദൈവം എന്തു ചെയ്യും? നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ദൈവ പൈതലെ, നീ കരയുന്ന ആ വിഷയത്തിൽ നിൻ്റെ തേങ്ങലും ഹൃദയത്തിൻ്റെ ഉള്ളിലെ ഞരക്കവും ചിലപ്പോൾ ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. ചുറ്റുമുള്ള ആർക്കും നിൻ്റെ വിഷയത്തെ കാണുവാനോ അതൊന്ന് മനസ്സിലാക്കാനോ ചിലപ്പം ഏറ്റവും അടുത്ത ആൾക്ക് പോലും കഴിഞ്ഞെന്ന് വരത്തില്ല. നിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലായിരിക്കും നീ ആ ഞരക്കം വെച്ചുകൊണ്ടിരിക്കും. ദൈവമേ, ചിലപ്പോൾ നിനക്ക് മാത്രം അറിയുന്ന ഒരു ഞരക്കമായിരിക്കാം, ഒരു വിഷയമായിരിക്കും അത്. ദൈവമേ, വലിയൊരു യുദ്ധസമാനമായൊരവസ്ഥയാണ് ദൈവമേ എൻ്റെ മുന്നിലുള്ളത്. ഇതിനെ ജയിക്കാൻ എനിക്കൊരാളോട് പറയാൻ പോലും ദൈവമേ ഈ വിഷയം പറ്റത്തില്ല. ദൈവമേ, ഞാൻ ഒറ്റയ്ക്കാണ് ദൈവമേ ഈ വിഷയത്തിൽ ഞാൻ കടന്നു പോകുന്നത്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പുറത്തൊരാളോട് എനിക്ക് ഈ വിഷയം ഷെയർ ചെയ്യാൻ പോലും കഴിയത്തില്ല ദൈവമേ എന്ന് ദൈവസന്നിധി നിലവിളിക്കുന്ന കുഞ്ഞെ, ഈ വിഷയത്തിൽ ദൈവമാണ് പറയുന്നത്, നീ നിലവിളിക്കണ്ട. ഇനി നീ ചെയ്യേണ്ടത് കർത്താവിനെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുക മാത്രമാണ്. യുദ്ധം കർത്താവ് നടത്തിക്കൊള്ളും. കർത്താവ് ആ ശത്രുവിനോട് അല്ലെങ്കിൽ ആ വിഷയത്തിന്മേൽ കർത്താവ് പ്രവർത്തിച്ചുകൊള്ളും. ദൈവം പെട്ടെന്നൊരു വിടുതൽ ദൈവം നൽകി കഴിയുമ്പോഴാണ് അറിയുന്നത്. നീ പോലും അറിയാതെ ആ വിഷയത്തിന്മേൽ വിടുതൽ ലഭിച്ചു കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവും, ഞാൻ കർത്താവിനെ സ്തുതിച്ചാൽ മതി, ദൈവം എനിക്ക് വേണ്ടി യുദ്ധം നടത്തിയെന്ന് പറഞ്ഞ് കർത്താവിനെ നന്ദി ചെയ്യുവാനും സ്തുതിക്കുവാനും ഇടയാകും. ഇവിടെ പറഞ്ഞിട്ടുള്ളതുപോലെ ചുറ്റുമുള്ള ജനത്തിന്മേൽ ഒരു ഭീതി വന്നതുപോലെ, നിന്നെ കളിയാക്കിക്കൊണ്ടിരുന്ന, നിനക്ക് കഴിവില്ല, നീ ഈ വിഷയത്തിലൊന്നും ജയിക്കത്തില്ലെന്ന് പറഞ്ഞിരുന്ന ജനത്തിന് മുൻപിൽ ദൈവം നിന്നെ ഒരു മാനപാത്രമാക്കും. ഇവനാൽ ഇതെങ്ങനെ കഴിഞ്ഞു, ഇവൾക്കിതെങ്ങനെ സാധിച്ചു, ഇത് ഇവളുടെ ദൈവത്താലല്ലാതെ മറ്റൊന്നുമല്ല എന്നും ചുറ്റുമുള്ളവർ മനസ്സിലാക്കുകയും അവർക്ക് അവരുടെ മേൽ നിന്നെക്കുറിച്ചുള്ളൊരു ഭീതി ഉണ്ടാകും. അയ്യോ, ഇവളോട് ഇനി കളിച്ചാൽ ശരിയാവത്തില്ല, ഇവൾ ദൈവത്തിൻ്റെ പൈതലാണ്, ഇവൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് മറ്റാരുമല്ല, മനുഷ്യരല്ല, ദൈവമാണെന്നുള്ളൊരു ഭീതി നിന്നെക്കുറിച്ച് ചുറ്റുമുള്ളവർക്കുണ്ടാകും. ദൈവപൈതലേ, നീ ഒന്നും ചെയ്യേണ്ടതില്ല, നീ പ്രതികാരം ചെയ്യേണ്ടതില്ല, നീ യുദ്ധത്തിന് പോകേണ്ടതില്ല. നീ എന്താണ് ചെയ്യേണ്ടത്? ദൈവസന്നിധിയിലിരുന്നൊന്ന് മുട്ടുമടക്കി ദൈവത്തെ ഒന്ന് സ്തുതിക്കാവോ, ഒന്ന് ആരാധിക്കുക, അത് മാത്രം മതി. കർത്താവാണ് ആ യുദ്ധത്തിന് പോകുന്നത്, കർത്താവാണ് ആ യുദ്ധം നടത്തുന്നത്. ജയിപ്പിച്ച ആ വിഷയത്തിന്മേൽ ഒരു ജയം നിനക്ക് തന്നിരിക്കും. നീ വിഷമിക്കേണ്ട, ആ വിഷയത്തിന്മേൽ ജയം കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈ ആയിരിക്കുന്ന നിൻ്റെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരേതവസ്ഥയിലായിരിക്കുന്നതെന്ന് അറിയത്തില്ല അപ്പച്ച. യുദ്ധസമാനമായൊരവസ്ഥയിലാണ് ഇരിക്കുന്നത് കർത്താവേ. മുന്നിൽ പ്രതികൂലങ്ങളുണ്ട് ദൈവമേ, എന്നാലും കർത്താവിൻ്റെ വചനം പറയുന്നു, ഹല്ലേലൂയ, യുദ്ധം യഹോവയ്ക്കുള്ളത്, ദ ബാറ്റിൽ ബിലോങ്സ് ടു ഗോഡ് എന്ന് കർത്താവേ ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പാ, ദൈവസന്നിധി ഞങ്ങൾ സ്തോത്രം മാത്രം പറഞ്ഞാൽ മതി. ഞങ്ങൾ മുട്ടുമടക്കി കർത്താവിന് നന്ദിയും സ്തോത്രവും മാത്രം അർപ്പിച്ചാൽ മതി. കർത്താവ് അവിടെ യുദ്ധം ചെയ്തുകൊള്ളും. കർത്താവേ, ഇത് കേൾക്കുന്ന നിൻ്റെ ജനങ്ങൾക്കെല്ലാം അപ്പച്ച, ആരെല്ലാം ഈ വിഷയം കർത്താവെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നു, അവരേത് വിഷയത്തിന്മേലാണോ ഭാരപ്പെടുന്നത്, കർത്താവ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യണമേ. അവർ ദൈവത്തെ സ്തുതിക്കട്ടെ, കർത്താവ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യണമേ അപ്പച്ച. ഹല്ലേലൂയ. ഒരു വിടുതൽ അവരുടെ ജീവിതത്തിൽ കാണാനിടയാകണം. ഹല്ലേലൂയ. ചുറ്റുമുള്ളവർക്ക് മനസ്സിലാകത്തക്കവണ്ണം ഒരു വലിയ വിടുതൽ ആ വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ, കർത്താവ് അങ്ങനെ ചെയ്യുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നതിനായി നന്ദി കർത്താവേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. സകലവും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.